കൊല്ലം മുളിയക്കോവിലിൽ കൊലപാതക ശേഷം പ്രതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ചുരുളഴിയുന്നു. തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലപാതകത്തിന് കാരണം. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് തീരുമാനിച്ചിരുന്നതായി സംശയമുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് വീണ്ടും ചേരുന്നത് അരുൺ രാജാണ്. അരുൺ, ഈ കേസിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു സംശയ നിവാരണം വന്നു? ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇനിയും യുവതിയെ കൊലപ്പെടുത്താനാണോ ഇയാൾ എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കും ഒരു മറുപടി നമുക്ക് ആവശ്യമാണല്ലോ. ക്രിസ്റ്റീന, ഈ സംഭവത്തിൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഈ ഫെബിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഫെബിന്റെ സഹോദരിയുമായുള്ള ബന്ധം, അത് അവസാന ഘട്ടത്തിൽ വളരെ തേജസ്സുമായുള്ള ബന്ധം അവസാന ഘട്ടത്തിൽ ഒരു വേർവിരിയലിലേക്കടക്കം എത്തിച്ചിരുന്നു. യുവതി തന്നെയാണ് ഈ ബന്ധം തനിക്ക് വേണ്ട എന്ന കാര്യം ഈ കുടുംബങ്ങളെ അറിയിച്ചത്. ഇതിന്റെ പകയും ഇതിന്റെ വൈരാഗ്യവുമാണ് ഈ തേജസ് രാജിനെ കൊണ്ട് ഇത്തരമൊരു ക്രൂര കൊലപാതകം ചെയ്യിക്കാൻ ഇടവരുത്തിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ യുവതിയുടെയും തേജസ് രാജിന്റെയും വിവാഹമടക്കം നേരത്തെ ഉറപ്പിച്ചതാണ്. ഇതിനിടയിലാണ് യുവതി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. അത് യുവതി മാത്രം പിന്മാറിയപ്പോൾ കുടുംബവും യുവതിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ യുവതിയുടെ സഹോദരനെയും പിതാവിനെയും അടക്കം തേജസ് രാജ് വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുന്നത്. ഈ ഫെബിനാണ് കൊല്ലപ്പെട്ടത്. പിതാവ് ശസ്ത്രക്രിയക്കടക്കം വിധേയനായി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ ബന്ധം ഈ വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോയത് കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു. പല ഘട്ടത്തിൽ അവർ അത് രമ്യതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഈ ഫെബിന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഈ തന്റെ മകൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ തേജസ് രാജിനെ ഇത്തരം വൈരാഗ്യത്തിലേക്കടക്കം കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ, ഇനിയുള്ള പോലീസ് നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന്? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നിലവിൽ വേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് അത് പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന മാതാപിതാക്കളുടെ മൊഴി കൂടി എത്തിയതോടെ ഇക്കാര്യത്തിൽ മറ്റ് ആശങ്കകളോ മറ്റ് സംശയങ്ങളോ പോലീസിനെ സംബന്ധിച്ചില്ല. ഇന്ന് സ്വാഭാവികമായി അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കമുള്ള ചടങ്ങുകളും അതുപോലെ തന്നെ പോലീസിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമടക്കം പോലീസ് കോടതിയെ സമർപ്പിക്കും. നിലവിൽ ഈ കേസിൽ ഈ പ്രതി തന്നെ മരിച്ച സാഹചര്യത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ വേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് തത്വത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. ശരി, കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അരുൺ രാജാണ്.